ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പുതിയ കഥയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇന്നത്തെ കഥ എന്ന് പറയുന്നത് നിമേഷിന്റെ കഥയാണ് കേട്ടോ. നിമേഷ് കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വീട്ടിലിങ്ങനെ നിൽക്കുന്ന ഒരു പയ്യനാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് കുറച്ച് സപ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ തന്നെ നമുക്കിനി കഥ തുടങ്ങുകയാണ്. ഞാൻ ഈ പറയുന്നത് നിമേഷിന്റെ ശബ്ദത്തിലാണ് കേട്ടോ. പിന്നെ ഈ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്കിനി ഈ കഥയിലേക്ക് പോയാലോ. അന്നത്തെ ദിവസം വൈകുന്നേരമായ സമയത്തായിരുന്നു സന്ധ്യ ചേച്ചി വീട്ടിലേക്ക് വരുന്നത്. ചേച്ചി നിമേഷ് ഉണ്ടോ എന്നൊരു ചോദ്യം കേട്ടിട്ടാണ് ഞാൻ അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അത് സന്ധ്യ ചേച്ചി എന്നെ തിരക്കായിരുന്നു. എന്തിനായിരിക്കും സന്ധ്യ ചേച്ചി വന്നത് എന്ന് ഞാൻ കൺഫ്യൂഷൻ അടിച്ചു. ആ സമയത്താണെന്നെങ്കിൽ ഒരു പുഞ്ചിരിയുമായിട്ട് സന്ധ്യ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ സന്ധ്യ ചേച്ചിയെ നോക്കുന്ന സമയത്താണെന്നെങ്കിൽ മാക്സിയാണ് വേഷം. എന്നും സ്ഥിരം ഇടാറുള്ള അതേ വേഷം തന്നെയാണ് സന്ധ്യ ചേച്ചിയുടേത്. ഞങ്ങളുടേത് ഒരു കുഗ്രാമമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും നൈറ്റിയാണ് ഏകദേശം യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ ചുരിദാറ്. പിന്നെ എവിടെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ സാരിയോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ. അങ്ങനെ സന്ധ്യ ചേച്ചി വീടിൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അമ്മ അവിടേക്ക് ഇറങ്ങി വന്നു. എന്താ സന്ധ്യ എന്ന് ചോദിക്കുന്ന സമയത്താണ് സന്ധ്യ ചേച്ചി ആ ഒരു കാര്യം പറഞ്ഞത്. എൻ്റെ ഫോണാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല, നിമേഷിനെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശരിയാക്കിപ്പിക്കാനാണ്. പിന്നെ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഇനി പുറത്തോട്ട് പോകാനായിട്ട് അത് വയ്യ, വീട്ടിലാരുമില്ലല്ലോ ചേച്ചി. അതുകൊണ്ടാണ് ഞാൻ നിമേഷിൻ്റെ അടുത്ത് കൊടുക്കാൻ വന്നത്. അവനാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, എന്തെങ്കിലും അറിയാമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ സപ്ലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. പിന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കാര്യങ്ങളും പോലും ഇല്ല. അപ്പം തന്നെ സന്ധ്യച്ചിയുടെ മുമ്പിൽ ഞാനിപ്പോൾ നാണം കെട്ട് പോകുമല്ലോ. എൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ അമ്മയൊന്നും മടിച്ചു. അമ്മയ്ക്ക് ആകെ അറിയായിരുന്നു ഇവൻ്റെ കുന്തം അറിയത്തില്ലെന്ന്. പക്ഷേ എന്നാലും ഞാൻ അഭിമാനം കൈവിട്ടില്ല. ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ സന്ധ്യ ചേച്ചി, ഇപ്പം തന്നെ റെഡിയാക്കി തരാൻ പറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ സന്ധ്യ ചേച്ചിയുടെ മൊബൈൽ എൻ്റെ കയ്യിലേക്ക് വന്നു. ഞാൻ അവിടുന്ന് വാങ്ങി വെച്ചു. മൊബൈൽ എൻ്റെ കയ്യിൽ തന്നത് സന്ധ്യ ചേച്ചിയുടെ പാട്ടിന് പോയി. ശേഷം ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ അത് കണ്ടപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ, ഈ മൊബൈലും കളിച്ച് വെച്ചുകൊണ്ട് സമയം കളയാൻ നിൽക്കണ്ട, സപ്ലി കുറേ ഉള്ളതാ, അതിൽ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞ് ഒരു താക്കീത് തന്നു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കിയില്ല, നേരെ മുറിയിലേക്ക് പോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസാണ് എൻ്റേത് മാത്രം. അപ്പം തന്നെ പഠിച്ച പണി എന്താണെന്ന് വെച്ചാൽ ഒന്ന് പ്രയോഗിച്ച് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അവിടേക്ക് ചെന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അതിന് എന്തോ ഒരു ഹാർഡ്വെയർ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാനത് ഇളക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഞാൻ വളരെ സൂക്ഷ്മതയോടെ തന്നെ ചെയ്തു. അങ്ങനെ ആ ഒരു മൊബൈൽ പെട്ടെന്ന് റിപ്പയർ അത് കറക്റ്റായി വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമായി. അങ്ങനെ സന്ധ്യ ചേച്ചിയെ ആദ്യം വിളിക്കാനായിട്ട് പോയ സമയത്ത് തന്നെ ഞാൻ നോക്കുമ്പോൾ മണി 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല. അങ്ങനെ ആ ഒരു ദിവസമായിരുന്നു ഒരു ഫോൺ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അച്ഛനാണെന്നുണ്ടെങ്കിൽ അമ്മയെടുത്ത് പറഞ്ഞ ശേഷം അമ്മ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ച് വായിച്ചിരുന്നു. കാരണം സപ്ലി കുറച്ച് കൂടുതലല്ലേ, അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഫോൺ കയ്യിൽ നിന്ന് നഷ്ടമായി. ഇതുവരെ സപ്ലി കാര്യങ്ങളെല്ലാം പാസ്സായി കഴിഞ്ഞിട്ടേ അമ്മ ഫോൺ തരത്തുള്ളൂ. അപ്പോഴായിരുന്നു എനിക്ക് സന്ധ്യ ചേച്ചിയുടെ ഫോൺ കിട്ടിയത്. കുറച്ചു നേരം എന്തായാലും ഓണായതാണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഫോണെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ ഓപ്പൺ ചെയ്യുന്നത്. പെട്ടെന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചിയുടെ കുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ ഈ കുട്ടിക്കാലത്ത് എന്തോ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞ ശേഷം ഞാൻ ആ ഗാലറി ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ സന്ധ്യ ചേച്ചിയുടെ പല പല പിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും എല്ലാവരുമായിട്ട് എടുത്ത ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊരിക്കൽ ടൂർ പോയിരുന്നു. ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ കുറേ ആൻറ്റിമാരും പിന്നെ സന്ധ്യ ചേച്ചിയും പിന്നെ അമ്മയും എല്ലാവരും കൂടെയാണ് ടൂറിന് പോയത്. ആ ടൈമിൽ അവരെല്ലാവരും കൂടെ എടുത്ത ഫോട്ടോ എല്ലാം ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ ഒരു കാര്യത്തിൽ സന്ധ്യ ചേച്ചി മാത്രം കുറച്ച് സെലക്റ്റീവായിട്ടുണ്ട്. കാരണം ആ ഒരു കൂട്ടത്തിൽ തന്നെ യങ്ങായിട്ടുള്ളത് സന്ധ്യ ചേച്ചിയാണ്. അത്യാവശ്യം എന്നെക്കാളും ഒരു 3 വയസ്സ് 4 വയസ്സ് അത്രയും ഒരു ഡിഫറൻസ് മാത്രമുണ്ട് സന്ധ്യ ചേച്ചിക്ക്. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചില സമയത്ത് ഇടപെടാൻ ബന്ധമാണ്. അങ്ങനെ സന്ധ്യ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ചുരിദാറിട്ട ഒരു വെസ്റ്റേൺ ലൈക്ക് അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഓരോ ഫോട്ടോസും കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പോസിലൊക്കെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നു. എനിക്ക് ആദ്യം കണ്ട സമയത്താണെങ്കിൽ ചിരി വന്നിരുന്നു.
പിന്നെ അടുത്തടുത്ത ഫോട്ടോസ് കണ്ട സമയത്ത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അത് മറ്റൊന്നും ആയിരുന്നില്ല, അതുവരെ ഉണ്ടായിരുന്ന സന്ധ്യ ആയിരുന്നില്ല. ഒരുപാട് ആ ഒരു ആക്ട്രസ് ലുക്കിലൊക്കെ സന്ധ്യ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് അടുത്തടുത്ത ഫോട്ടോയിൽ ഞാനിങ്ങനെ കണ്ടത്. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇത് നമ്മുടെ സന്ധ്യ തന്നെയാണോ എന്ന് തന്നെ. പെട്ടെന്നായിരുന്നു ആ ഒരു സെറ്റ് സാരി ഉടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഞാൻ കണ്ടത്. അത് മറ്റൊന്നും ആയിരുന്നില്ല, ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിലെ സന്ദേശി പൊങ്കാലയിട്ട സമയത്തുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ആയിരുന്നു. ആ സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. സന്ദേശിച്ച് ഇത്ര ലുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഈ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഇതൊന്നും കണ്ടിട്ടില്ല. എന്ത് മണ്ടനാണ് ഞാൻ എന്ന് തന്നെ ഞാൻ സ്വയം വിചാരിച്ചു. അങ്ങനെ ആ ഒരു ദിവസമായിരുന്നു ശരിക്കും നമ്മുടെ നാട്ടിൽ എത്രത്തോളം ലുക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് തന്നെ ഞാൻ തിരിച്ചറിയുന്നത്. ആ ഒരു സമയത്തായിരുന്നു സന്ദേശിച്ചിയെ ഞാൻ അങ്ങനെ ഒരു ലുക്കിൽ കാണുന്നത്. അത്യാവശ്യം ഒരു വെസ്റ്റേൺ ആയിട്ടുള്ള ലുക്കുള്ള ഫോട്ടോസും പിന്നെ അതേപോലെ തന്നെ ഈ ആ ഒരു സെറ്റ് സാരി കൊടുത്തിട്ടുള്ള ഫോട്ടോസും രണ്ടും അടിപൊളിയായിരുന്നു. ഓ, എന്ത് ലുക്ക് എന്നൊക്കെ ഞാൻ തന്നെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്തായിരുന്നു അമ്മ അവിടേക്ക് വന്ന് കയറിയത്. നീ പഠിക്കുകയാണോ നിമേഷേ, അതോ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് തന്നെ അമ്മ അവിടെ നിന്ന് ചോദിച്ചു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ സന്ധ്യച്ചിട്ട് ഫോണ് അവിടേക്ക് മാറ്റിവെച്ചു. ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം കൊണ്ട് കൊടുക്കണ്ടല്ലോ. നീ ഞാൻ കൊണ്ടു കൊടുത്തേരെ, ഇപ്പം കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നീ ഇത് വെച്ചുകൊണ്ട് കളിച്ചോണ്ടിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ ഞാൻ എൻ്റെ ഇതാ, ഞാൻ കൈവച്ചേക്കാം എന്ന് അമ്മ പറഞ്ഞു. ആ സമയത്താണെങ്കിൽ എനിക്ക് അമ്മയുടെ കൈ കൊടുക്കാൻ തോന്നിയില്ല. എന്തൊക്കെയായാലും അപ്പുറത്തല്ലേ വീട്, അങ്ങോട്ട് കൊണ്ട് കൊടുക്കാം എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. എന്നെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, അപ്പുറത്തോട്ട് കൊണ്ട് കൊടുക്കാം. സന്ദേശിച്ചേയും കൊച്ചല്ലേ ഉള്ളൂ, പിന്നെ ചേട്ടനിപ്പം വരത്തില്ലല്ലോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു. അവനിപ്പം ഇവിടെയൊന്നും അല്ല, അങ്ങ് ബാംഗ്ലൂർ എവിടെയാണോ ജോലി. അപ്പോൾ കൊച്ചി അവൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഇന്ന് ആ തള്ള വന്നിട്ടില്ല അവളുടെ. അപ്പോൾ നീ അതും കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പൊരുതാൽ മതി, അവിടെ നിൽക്കൊന്നും വേണ്ട എന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. അത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ എൻ്റെ ബുക്കെല്ലാം മുടക്കി വെച്ച് ആ ഫോണുമായിട്ട് ഞാൻ ഇറങ്ങി. അതിനകത്ത് എന്തെങ്കിലും ഗെയിമോ കാര്യങ്ങളൊക്കെ കളിക്കാം, പിന്നെ രാത്രിയിൽ കുറച്ച് നേരം യൂട്യൂബിലൊക്കെ നോക്കാം, പിന്നെ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. അതെല്ലാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നല്ല ഇരുട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരിനി കിടന്നിട്ടുണ്ടായിരുന്നു എന്ന് പരിഭ്രമിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. ആ സമയത്ത് അമ്മ പറഞ്ഞതല്ലേ കൊണ്ടു കൊടുക്കാൻ, ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ തന്നെ ഞാൻ ഹോളിംഗ് ബെല്ലടിക്കണോ അതോ കതകി മുട്ടണോ എന്ന് ഞാൻ സ്വയം ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കതകി മുട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ അങ്ങോട്ട് ചെല്ലുകയല്ലേ, ഇനിയിപ്പോ എന്തൊക്കെയായാലും ഹോളിംഗ് ബെൽ അടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചെറുതായിട്ട് ഹോളിംഗ് ബെൽ അടിച്ചു. അപ്പൊ തന്നെയാണെന്നുണ്ടെങ്കിൽ അടിച്ച സമയത്ത് തന്നെ സന്ധ്യച്ചേച്ചി ഇറങ്ങി വന്നു. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. മറ്റൊന്നും ആയിരുന്നില്ല, ഞാൻ ഫോട്ടോയിൽ കണ്ട ആ ഒരു വെസ്റ്റേൺ ലുക്കായിരുന്നു സന്ധ്യച്ചേച്ചി ആ നിമിഷം. ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു കുഗ്രാമം മാത്രമായിരുന്നു നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഒരു പാഷൻ ഉണ്ടോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോയി. നിമേഷോ, എന്തായി, സംഭവം ശരിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു നല്ല പുഞ്ചിരിയോടെയാണ് സന്ധ്യചേച്ചി അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പൊ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ നിൽക്കേണ്ട, അകത്തോട്ട് കയറ്, ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ സന്ദേശേ എന്നൊക്കെ പറഞ്ഞ സന്ധ്യചേച്ചി എന്നെ അകത്തോട്ട് കയറ്റി. അപ്പൊ തന്നെ അവിടെ മൊത്തം ഇരുട്ടായിരുന്നു, ലൈറ്റില്ലായിരുന്നു. പെട്ടെന്ന് സന്ധ്യചേച്ചി ഞാൻ അകത്തേക്ക് കയറിയ സമയത്ത് തന്നെ ലൈറ്റ് ഇട്ടു. നീ ഇരിക്കും നിമിഷേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു സോഫയിലേക്ക് ഇരുത്തി. നല്ല റെഡി ആയിരുന്നോ, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, അതാ നിന്റെ കയ്യിലൂടെ കൊണ്ടു തന്നത് എന്ന് സന്ധ്യ പറഞ്ഞു. ഇതെല്ലാം ശരിയാക്കുന്നുണ്ട് ചേച്ചി, ഇതൊരു ചെറിയ ഒരു സ്ക്രൂ പോയ മിസ്റ്റേക്ക് മാത്രമായിരുന്നു. പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ സമ്മതിക്കത്തില്ല, അതാണ് ഞാനിനി കൊണ്ടുവന്നത് എന്ന് ഞാൻ സന്ധ്യ ചേച്ചിയുടെ പറഞ്ഞു. അതേതായാലും കുഴപ്പമില്ല, എന്തൊക്കെയായാലും ഇന്നിനി വേറെ പരിപാടികളോ കാര്യങ്ങളില്ല, ഞാനിന്ന് ഉറങ്ങാൻ കിടന്നതായിരുന്നു. പിന്നെ നീ കൊണ്ടുവന്നല്ലേ, കുറച്ചു നേരം മൊബൈലിൽ കളിച്ചിട്ട് കിടക്കാം, നൈറ്റ് ആയി കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ എന്താ പോലെയാണ് നിമിഷേ എന്ന് സന്ധ്യ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ഞാനൊന്നും മിണ്ടില്ല. ഞാനും അങ്ങനെയായിരുന്നു ചേച്ചി. പിന്നെ അമ്മയും അച്ഛനും കൂടെ ഇപ്പം എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചേക്കും അവര്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫോൺ കിട്ടിയിട്ടില്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ ഫോൺ കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു കുറച്ചു നേരം ഇന്ന് കളിക്കാനൊക്കെ. പക്ഷേ ആ സമയത്ത് അമ്മ വന്ന് പറഞ്ഞു കൊണ്ടു കൊടുക്കാനെന്ന്. ഞാൻ സത്യസന്ധമായിട്ട് ആ കാര്യങ്ങളെല്ലാം സന്ധ്യ ചേച്ചിയുടെ പറഞ്ഞു. ആ സമയത്ത് സന്ധ്യ ചേച്ചി അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ സന്ധ്യ ചേച്ചി ആ ഒരു അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ
അവിടെ താമസിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയില്ല. നല്ല വെസ്റ്റേൺ ആയിട്ടുള്ള സംസാരം, നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സംസാരമൊക്കെ. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയും സന്ദേശിച്ച് മാറോ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ? അവിടെ വരുമ്പോൾ ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണിൻ്റെ ആ ഒരു സംസാരം മാത്രമാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ശരിക്കും സന്ദേശിച്ചിയുടെ ആ ഒരു സംസാരം കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ, ഏതായാലും നീ ഇത് കൊണ്ടുവന്നത് നന്നായി. പിന്നെ നീ അവിടെ ഇതും വെച്ചുകൊണ്ടിരുന്ന് കളിച്ചോണ്ടിരുന്നാൽ നിന്റെ അമ്മയും അച്ഛനും എന്നെ ആയിരിക്കും കുറ്റം പറയാം. ഏതായാലും കിട്ടിയല്ലോ, നീ ഇനി എടുത്തേരെ, നീ ഇനി വെച്ച് കളിക്കണ്ട എന്ന് പറഞ്ഞ് സന്ദർശിച്ച് ഒരു തിടുക്കത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സന്ദർശിച്ച് എന്നോട് ചോദിച്ചു, നീ ഇതൊക്കെ സെർച്ച് ചെയ്ത് വല്ലതും നോക്കിയായിരുന്നോ? ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ സെർച്ചൊന്നും ചെയ്തിട്ടില്ല. ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ അമ്മ വന്നു. അപ്പൊ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇനി പോരുകയും ചെയ്തു. ഞാനാണെന്നുണ്ടെങ്കിൽ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹോബീസും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ തോണ്ടിയിരിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെയാണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇടയ്ക്ക് ചേട്ടനിങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കും ഫോൺ വഴി, അതിങ്ങനെ ഉണ്ട്. പിന്നെ അതൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു പേടി പോലെ ഉണ്ടായിരുന്നു ഈ മൊബൈൽ ഷോപ്പിലും കാര്യങ്ങളൊക്കെ ഇത് റിപ്പയർ കൊണ്ട് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നിന്റെ കയ്യിലായിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം സേഫ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ കയ്യിലോട്ട് തന്നത് എന്ന് സന്ദേശിച്ച് ഒരു ചിരിയോട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പിന്നെ വിശ്വസിക്കാലോ, ഞാൻ അയൽക്കാരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂട്ടച്ചിരിയോടെ അങ്ങനെ ഇരുന്നു. പെട്ടെന്ന് തന്നെ സന്ദേശിച്ച് ആ ഒരു കാര്യം എടുത്തുകൊണ്ട് എൻ്റെ കയ്യിലോട്ട് വന്നു. ഇത് എങ്ങനെയാണ് നിമിഷ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശിച്ചാണെന്നുണ്ടെങ്കിൽ നേരെ ആ ഒരു സോഫയിൽ ഞാനിരിക്കുന്നിടത്തേക്ക് ഇരുന്നു. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഞാനൊരല്പം കൂടി അങ്ങോട്ട് മാറിയിരുന്നു സന്ദേശിച്ച് ഇരിക്കാൻ പാകത്തിന്. ഞാൻ അങ്ങോട്ട് മാറിയിരുന്ന സമയത്ത് സന്ദേശിച്ച് കുറച്ചുകൂടി ഇങ്ങോട്ട് കയറി എന്നിട്ട് ചോദിച്ചു, ഈ ഒരു കാര്യം എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ചില സമയത്താണെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല. ഈ ഫോണിലാണെന്നുണ്ടെങ്കിൽ ചില സെറ്റിങ്സ് അങ്ങനെയാണ് നിമിഷേ. ചില സമയത്ത് നമുക്ക് കിട്ടാത്ത ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് സന്ദേശിച്ച് എന്നോട് ചോദിച്ചു. അത് മറ്റൊന്നും ആയിരുന്നില്ല, ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് അതിലാണെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെ ഡൗൺ ആയി പോകുന്നൊരു പ്രോബ്ലം ആയിരുന്നു. അത് ഈ ഒരു സാധനങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രം മതി ചേച്ചി, പിന്നെ അത് അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞ് സന്ദേശിച്ചേക്ക് ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു കേട്ടോ കുട്ടി എന്ന് സന്ദേശിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്നെങ്കിൽ ഇറങ്ങട്ടെ ചേച്ചി, സമയം ഒരുപാടായില്ലേ. അമ്മ പറഞ്ഞു ഇവിടെ അധികം നിൽക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നിന്റെ അമ്മയ്ക്ക് നിന്നെ കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോകും, പിന്നെ പഠിക്കത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് സന്ദേശിച്ച് കളിയാക്കി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, ഇത് എന്താ ഇവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചേച്ചി അങ്ങോട്ട് എന്നെ വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പതുക്കെ എഴുന്നേറ്റു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സന്ദേശിച്ചിട്ട് നീ കുറച്ചുകൂടെ കൂടി ഇരിക്കുക, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. എൻ്റെ അമ്മ ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം, ഈ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞതാ, അത് കഴിഞ്ഞിട്ട് നീ പൊക്കോ എന്ന് സന്ദേശിച്ച് പറയുന്ന സമയത്ത് ഞാൻ ആകെ പെട്ടാണ് കൈപ്പോയി. അമ്മയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എന്നെ വിളിക്കും, പിന്നെ സന്ദേശിച്ചാണെങ്കിൽ വിടുന്നതുമില്ല. ഞാനങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പം തന്നെ സന്ദേശിച്ച് പറഞ്ഞു, നിനക്ക് ധൃതിയായോ പോകാൻ? ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ചേച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു തരാം എന്ന് സന്ദേശിച്ചോട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാനും സന്ദേശിച്ചൂടെ ആ ഒരു സോഫയിൽ തന്നെ ഇരുന്നു. അപ്പം തന്നെ സമയം ഒരു 9:09 കഴിഞ്ഞിരുന്നു. അപ്പോൾ തന്നെ സന്ദേശിച്ചിക്ക് ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ ഒരു വ്യക്തമായിട്ടുള്ള രീതിയിൽ ആളിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമൊക്കെ എനിക്ക് സന്ദേശിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ഓരോ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് സന്ദേശിച്ചിക്ക് അവസാനമായിട്ടുള്ള ഡൗട്ടായിരുന്നു ഈ ക്യാമറയുടെ ഫങ്ഷനൊക്കെ. അപ്പോൾ എല്ലാവരും റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണല്ലോ, ചേച്ചിക്കാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതാണെന്ന് എനിക്ക് തന്നെ തോന്നി. എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുമോ, എനിക്ക് ഈ ക്യാമറയുടെ ഫങ്ഷൻസൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ തന്നെ ഞാൻ സന്ദേശിച്ചോട് പറഞ്ഞു, അയ്യോ എനിക്ക് അതൊന്നും അത്രയും കാര്യങ്ങളൊന്നും അറിയില്ല ചേച്ചി, എങ്കിലും ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് നോക്കുക,
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു ക്യാമറ ഓൺ ചെയ്തു. ഓൺ ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ആ ഗാലറി ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ സന്ധ്യച്ചിയുടെ വെസ്റ്റേൺ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പെട്ടെന്ന് അത് കണ്ടിട്ട് സന്ധ്യച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ചേച്ചി ഈ ഒരു പോസ്റ്റിലൊക്കെ ലുക്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതും സന്ധ്യച്ചേച്ചി. ആ സമയത്ത് സന്ധ്യച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താടാ എനിക്ക് എടുക്കാൻ പാടില്ലേ? ഞാനെന്താ മനുഷ്യ സ്ത്രീയല്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല ചേച്ചി, വേറെ ഒന്നുമല്ല ചേച്ചി, ഇങ്ങനെയൊന്നും ആ ഒരു പോസ്റ്റോ കാര്യങ്ങളൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മൾ തമ്മിലിപ്പം എത്ര കാലമായിട്ടുള്ള പരിചയം, എന്നിട്ടും ചേച്ചി ഇപ്പോഴാണ് ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു മോഡലിംഗ് ലുക്കും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഞാൻ അറിയുന്നത് എന്ന് സന്ദേശിച്ചെടുത്ത് ഞാൻ പറഞ്ഞു. ഇപ്പെങ്കിലും നീ അറിഞ്ഞല്ലോ, അത് മതി എന്ന് സന്ദേശിച്ച് ഒരു കളിയാക്കൽ എന്ന പോലെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ സന്ദേശിച്ചിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി ചേച്ചി, ഓരോ കാര്യങ്ങളും അടിപൊളി തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദേശിച്ചിയുടെ ആ ഒരു സെൽഫി ഫോട്ടോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ സന്ദേശിച്ചിയും എൻ്റെ കുറച്ച് അടുത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ തന്നെ ഞാൻ സന്ദേശിച്ചെടുത്ത് പറഞ്ഞു, ഒരു ഫോട്ടോസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് എഡിറ്റ് ചെയ്യേണ്ട രീതികൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാനും സന്ദേശിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു. അപ്പോൾ തന്നെ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്ക് ധൃതിയായിരുന്നു. ഞാൻ ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഓരോ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സന്ദേശിച്ച് അതെല്ലാം ഒരു അതിശയത്തോടെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഫിൽറ്റർ, കുറച്ച് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ എന്ന് പറഞ്ഞ് സന്ദേശിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ തന്നെ സന്ദേശിച്ചിക്ക് അതൊരു പുതിയ ആ ഒരു അധ്യായമായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, സന്ദേശിക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ലുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, സന്ദേശിച്ചയും ഞാനങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം കറുത്ത ഒരാളാണ്. അപ്പോൾ സന്ദേശി ആ ഫിൽറ്റർ ഇടുന്ന സമയത്താണെങ്കിൽ ശരിയാണ്, സന്ദേശി കുറേ കൂടെ വെളുത്തിട്ട് നല്ല സുന്ദരിയായിരിക്കുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പോഴും കൂറയായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. എങ്കിലും സന്ദേശിച്ച് പഠിപ്പിക്കാനായിട്ട് ഞാനത് ആ ഒരു സമയത്ത് തന്നെ ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം സന്ദേശിച്ചേച്ചി ഒന്ന് കാണിച്ചു. പെട്ടെന്ന് എല്ലാം ഓക്കെ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത സമയത്ത് സന്ദേശിച്ചേച്ചി എൻ്റെ ചോദിച്ചു, നീ എന്തിനാ അത് ഡിലീറ്റ് ചെയ്തേ? ഇതെന്തിനാ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു? ഞാൻ അതിങ്ങനെ കിടന്നോട്ടെ എൻ്റെ ഫോണിൽ, അതെനിക്ക് പഠിക്കാണ്ടോ എന്നൊക്കെ ഇങ്ങനെ സന്ദേശിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ ചേച്ചി, ഞാനും ഉണ്ടല്ലോ അതിൽ, ആ ഫോട്ടോ കൊള്ളില്ല, എന്നെ കൊള്ളില്ല എന്ന് സന്ദേശിച്ചിട്ട് പറഞ്ഞു. അപ്പം തന്നെ സന്ദേശിച്ച് ഒരുതരം ദേഷ്യം തോന്നി. നീ ഇങ്ങോട്ട് നിന്നേ എന്ന് എന്നെ പിടിച്ചു നിർത്തിക്കൊണ്ട് വീണ്ടും 1-2 സെൽഫി അങ്ങ് എടുത്തു സന്ദേശിച്ച്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. ചേച്ചി എന്ത് പരിപാടിയായി കാണിച്ചത് എന്ന് ആയിരുന്നു എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചൊരു കാര്യം. ആ ടൈമിൽ തന്നെ സന്ദേശിച്ചേക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സന്ദേശിച്ച് ഓരോ ഫോട്ടോയും അങ്ങനെ എടുത്തെടുത്ത് നോക്കി. എൻ്റെ പോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് സന്ദേശിച്ച് എന്നെ അടുത്ത് ചോദിച്ചു, നിനക്ക് നടച്ചക്ക ഈ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും നിനക്ക് ഇഷ്ടമല്ലേ? അതോ നിന്റെ ആ ഒരു പോസൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിനക്ക് ഒട്ടും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ഈ ഫോട്ടോസ് എടുക്കാൻ, ഒന്നും പോസിങ് കാര്യങ്ങളൊന്നും കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, സന്ദേശിച്ചിട്ട് അത്രയും ആ ഒരു ലെവലൊന്നും ഞാൻ ആയിട്ടില്ലല്ലോ. ചേച്ചിയുടെ കൂടെ കുറച്ചു നേരം ഒരു ശിഷ്യബന്ധം എങ്ങനെ ആയിക്കഴിഞ്ഞാൽ സെറ്റായിരിക്കും എന്ന് പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ രാത്രി ഇങ്ങനെ തമാശ പറയാതെ എന്ന് പറഞ്ഞ് എന്നെ ഒരു അടി തന്നു. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. സന്ധ്യ ചേച്ചി ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ എന്നെ കാണുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അടിക്കുകയും പിടിക്കുകയൊക്കെ വേണം. അത് നേരത്തെ തൊട്ടുള്ള ഒരു ശീലമായിരുന്നു. എനിക്ക് അത് ഒരു കുഴപ്പമില്ലായിരുന്നു. കാരണം ആ സമയം വരെ സന്ധ്യചേച്ചിയായിട്ട് ഞാൻ നല്ല കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പതുക്കെ ഇറങ്ങാനായിട്ട് ആരംഭിച്ചു. ആ സമയത്ത് സന്ധ്യചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്നെ കൂട്ടാ, ഒന്നും കഴിച്ചില്ലല്ലോ നീ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒന്നും വേണ്ട, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വരാമല്ലോ എന്ന് ഞാൻ സന്ദേശിച്ചിട്ട് പറഞ്ഞു. അപ്പം തന്നെ ആള് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നിന്റെ ഒരു സമയം പോലെ നീ ഇങ്ങോട്ട് വാ, എന്തെങ്കിലുമൊക്കെ നിനക്ക് ഞാൻ റെഡിയാക്കി തരാം എന്ന് സന്ദേശിച്ച് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ തിരിച്ചവിടെ നിന്ന് നടന്ന സമയത്ത് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്ത് അവിടെ മൊത്തം തെറ്റലായിട്ട് കിടക്കുകയാണ്. അങ്ങനെ പതുക്കെ ഞാൻ നടന്നു വരുന്ന സമയത്ത് സന്ദേശിച്ച് പിന്നാലെ നടന്നു വന്നു. എടാ, ഞാനങ്ങോട്ട് ആക്കി തരാം നിന്നെ, നിനക്കൊരു പേടിത്തൂറിയാണെന്ന് ചില സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതായാലും ടോർച്ചും കാര്യങ്ങളൊന്നും കയ്യിലെടുത്തിട്ടല്ലോ, ഇപ്പോഴത്തെ സമയം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് സന്ദേശിച്ച് എനിക്ക് ടോർച്ചടിച്ച്
പതുക്കെ എൻ്റെ കൂടെ നടന്നു വന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ആ ഒരു പരിഗണനയും സന്ധ്യചേച്ചി തരുന്നുണ്ടായിരുന്നു. ആ ഇരുട്ടത്താണെന്നുണ്ടെങ്കിലും ഞാനും സന്ധ്യചേച്ചിയും കൂടെ അങ്ങനെ നടന്ന് നടന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ആ ഒരു വഴിയരികിൽ എത്തുന്ന സമയം വരെ സന്ധ്യചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ സന്ധ്യചേച്ചിയോട് ഒരു താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സന്ധ്യചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ അങ്ങോട്ട് ചെന്നതൊക്കെ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു. സന്ധ്യചേച്ചിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നത് അമ്മയ്ക്ക് സന്തോഷമായി. ഇനി ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഒരു കഥയായിട്ട് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗം ഞാൻ ഇടുന്നതായിരിക്കും, അടുത്ത ഭാഗം. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ. അപ്പം ബൈ ബൈ.